സൗന്ദര്യം തുടിക്കുന്ന മാതാവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരും വണങ്ങുന്നവരുമാണ് നമ്മൾ. എന്നാൽ ഒരു സൗന്ദര്യവുമില്ലാത്ത, കണ്ണുകൾ പോലും ഇല്ലാതെ വെറും തലഭാഗം മാത്രമുള്ള ഒരു മാതാവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുമുണ്ട്. ജപ്പാനിലെ വിശ്വാസികളാണ് ഇത്തരത്തിലൊരു രൂപത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുന്നത്. 1945 ഓഗസ്റ്റ് 9 ചരിത്രത്തിൽ കൊത്തിവെച്ച ആ ദിവസം തെക്കൻ ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ അമേരിക്ക ഫാറ്റ്മാൻ എന്ന ബോംബ് വർഷിച്ചു. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് ഹിരോഷിമ തകർത്തതിന് 3 ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ആണവ ബോംബിന്റെ വരവ്. ലോകത്തെ നടുക്കിയ ചരിത്രത്തിലെ ഈ രണ്ടാമത്തെ അണുബോംബ് നാഗസാക്കി നഗരത്തെ ഇരുണ്ടതാക്കി മാറ്റി. സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രം അന്ന് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളിയായിരുന്ന ഉറഗാമി കത്തീഡ്രലിൽ നിന്ന് വെറും മീറ്ററുകൾ അകലെയായിരുന്നു. 100,000-ലധികം ജനങ്ങൾ തൽക്ഷണം മരണമടഞ്ഞു. ഉറഗാമി താഴ്വരയുടെ 500 മീറ്റർ പരിധിയിലാണ് ബോംബ് പതിച്ചത്. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി വിശ്വാസികൾ കുമ്പസാരത്തിന് എത്തിയ സമയമായിരുന്നു അത്. ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ദേവാലയത്തിലുണ്ടായിരുന്ന 24 വിശ്വാസികളും 2 വൈദികരും തൽക്ഷണം മരിച്ചു. ദേവാലയം പൂർണ്ണമായും കത്തിനശിച്ചു. ഉറഗാമി ഇടവകയിലെ 12,000 വിശ്വാസികളിൽ 8,500 പേർ ആ ദിനം തന്നെ മരണത്തിന് കീഴടങ്ങി. ജപ്പാന്റെ നാശത്തിലൂടെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. 1945 ഒക്ടോബർ മാസത്തിൽ ജാപ്പനീസ് സൈന്യത്തിൽ നിന്നും വിടുതൽ കിട്ടിയ സൈനികനും കത്തോലിക്ക വൈദികനുമായ കെയ്മോൺ നെഗുച്ചി തകർന്നടിഞ്ഞ ഉറഗാമി കത്തീഡ്രലിന്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെക്കോയിഡോയിലെ തങ്ങളുടെ ട്രാപ്പിസ്റ്റ് ആശ്രമത്തിലേക്ക് ഓർമ്മയ്ക്കായി എന്തെങ്കിലും എടുക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഉദ്ദേശമായിരുന്നു. അവശിഷ്ട കൂമ്പാരങ്ങൾക്കിടയിൽ 1 മണിക്കൂർ പരതിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. അവശനായി തകർന്നടിഞ്ഞ ദേവാലയത്തിന്റെ ഒരു കോണിലിരിക്കുമ്പോൾ അവശിഷ്ട കൂമ്പാരങ്ങൾക്കിടയിൽ മാതാവിന്റെ ഒരു രൂപം കിടക്കുന്നത് കണ്ടു. പരിശുദ്ധ മാതാവിന്റെ പ്രതിമയുടെ കത്തിക്കരിഞ്ഞ തലഭാഗമായിരുന്നു അത്. എന്നാൽ ആ രൂപത്തിലെ കണ്ണുകൾ ആരോ ചൂഴ്ന്നെടുത്ത പോലെ ആയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ആ രൂപം തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. കണ്ണുകൾ നഷ്ടപ്പെട്ട മാതാവിന്റെ തടി കൊണ്ടുള്ള ആ രൂപം നെഗോച്ചി അച്ഛൻ പിന്നീടുള്ള 30 വർഷം തങ്ങളുടെ ആശ്രമത്തിൽ സൂക്ഷിച്ചു. 1975 ഓഗസ്റ്റ് മാസത്തിൽ നൊഗോച്ചി മാതൃ തിരുസ്വരൂപം തിരികെ നൽകാനായി നാഗസാക്കിയിലേക്ക് പോയി. 2005 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 ഉറഗാമി കത്തീഡ്രലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നാഗസാക്കിയിലെ ആറ്റം ബോംബ് ആക്രമണത്തിൽ തകർന്ന മാതാവിന്റെ രൂപം കത്തീഡ്രലിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ ചാപ്പലിൽ പുനഃപ്രതിഷ്ഠിച്ചു. വർഷങ്ങൾക്കു ശേഷം നാഗസാക്കി സന്ദർശന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ആ ചിത്രം വാക്കുകളില്ലാതെ സംസാരിക്കുന്നു. കണ്ണു നഷ്ടപ്പെട്ട നാഗസാക്കി മാതാവ് ലോക സമാധാനത്തിന്റെ പ്രതീകവും സന്ദേശവുമാണ്.